അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ആൻഡ് അമേസിങ് ആയിട്ടുള്ള ഇൻവെൻഷൻസ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. സോ നല്ല രസമായിരിക്കും ഇന്നത്തെ വീഡിയോ ഞാൻ പ്രതീക്ഷിക്കുന്നു. ബോത്ത് എൻവയൺമെൻ്റലി പിന്നെ ടെക് വൈസും അമേസിങ് ആയിട്ടുള്ള ഇൻവെൻഷൻസ് ആയിരിക്കും ഞാൻ കാണിക്കാൻ പോകുന്നത്. സോ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. ID താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ടാവും, വീഡിയോയുടെ എൻഡിലും കൊടുത്തിട്ടുണ്ടാവും. സോ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ നമ്മുടെ ഫസ്റ്റ് ഇൻവെൻഷൻ നിങ്ങൾക്ക് ബാക്കിൽ കാണാൻ പറ്റുന്നുണ്ടാവും എന്താണെന്നുള്ളത്. ദാറ്റ് ഈസ് ഊഹു വാട്ടർ ക്യാപ്സ്യൂൾ. അപ്പോൾ ഈ ക്യാപ്സ്യൂൾ 100% ബയോഡിഗ്രേഡബിൾ ആണ്. And the capsule is made up of a seaweed substance, that is a brown algae. അപ്പം അത് 100% ബയോഡിഗ്രേഡബിൾ ആണ്. അപ്പോൾ അതിൻ്റെ നമ്മൾ ആ ക്യാപ്സ്യൂളിൻ്റെ സ്കിൻ നമ്മൾ പീൽ ചെയ്യണം, എന്നിട്ട് നമ്മളത് നമ്മുടെ വായിലേക്ക് പോപ്പ് ചെയ്യണം. ആൻഡ് ദെൻ യു ജസ്റ്റ് ഹാവ് ടു ഡ്രിങ്ക് ഇറ്റ് ഓർ ഈറ്റ് ഇറ്റ്. എന്ന് വെച്ചാൽ ഒരു ക്യാപ്സ്യൂളാണ്, ഒരു ബബിൾ മാതിരിയാണത്. അപ്പം നിങ്ങൾ ബബിൾ ടീ കുടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേറെ എന്തോ പേരും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ബബിൾ ടീ കുടിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ളത് ഈ കസവ ടാപ്പിയൊക്കെ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഇങ്ങനെ ചെറിയ ബോൾസ് ഉണ്ടല്ലോ, അപ്പോൾ അതേമാതിരി തന്നെയാണിത്, പക്ഷേ അതിനെക്കാട്ടും വലിയതാണിത്. അപ്പം ഞാൻ ഒരു കമ്പാരിസൺ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് സിമിലാരിറ്റീസ് അതിനെക്കുറിച്ച്. അപ്പം ഇത് എൻവയൺമെൻ്റലി ഫ്രണ്ട്ലി ആണ്. അപ്പം ഇത് നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽസിനോട് ഗുഡ് ബൈ പറയാൻ പറ്റുന്ന ഒരു ഇൻവെൻഷനാണിത്. എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിക്കുന്നില്ല. ഇത് നമ്മൾ ജസ്റ്റ് ഒരു സ്കിൻ, ഒരു ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിലാണ് ഈ നമ്മുടെ വെള്ളം പ്രസൻ്റ് ആയിട്ടുള്ളത്. എന്നിട്ട് ഈ ക്യാപ്സ്യൂൾ ഇറ്റ്സ് 100% ബയോഡിഗ്രേഡബിൾ എന്നുള്ളതാണ് ഈ ഇൻവെൻഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഈ ക്യാപ്സ്യൂൾ ഇപ്പം ഈ ഇൻവെൻഷൻ ഇത് അത്ലറ്റിക് ഫീൽഡിലും ഇത് കൊടുത്ത് നോക്കുന്നുണ്ട്, ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇത് നല്ലതാണോ അല്ലയോ എന്നുള്ളതൊക്കെ. അപ്പം നല്ല രസമാണ്. കുറേ ഞാൻ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. നല്ലൊരു ഇൻവെൻഷനാണിത്. അപ്പോൾ ഇത് ഇനി ഫ്യൂച്ചറിൽ അവർ കൊണ്ടുവരാൻ, ഇനി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അവർ ആലോചിക്കുന്നുണ്ട്. ഇത് സ്കിപ്പിംഗ് റോക്സ് ലാബാണ് ഈ ഇൻവെൻഷൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ഇൻവെൻഷൻ നോക്കാം. Now let's move on to the second most amazing invention. അപ്പോൾ സെക്കൻഡ് ഇൻവെൻഷൻ എന്ന് പറയുന്നത് ടൂത്ത് പേസ്റ്റ് പിൽസ് ആണ്. സോ അത് നമ്മളെ പിൽസില്ലേ, ടാബ്ലറ്റ്സ് മാതിരി ഇരിക്കുന്നതാണ്, ചെറിയ റൗണ്ട് ആയിട്ടുള്ള, നിങ്ങൾ പിക്ചറിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. സോ ഈ ടൂത്ത് പേസ്റ്റ് പിൽസ് നമ്മുടെ ടൂത്ത് പേസ്റ്റ് ട്യൂബ്സിലെ പ്ലാസ്റ്റിക് ട്യൂബ്സിനെതിരെ വന്നൊരു ഇൻവെൻഷനാണത്. അപ്പോൾ നമുക്ക് ടൂത്ത് പേസ്റ്റ് ട്യൂബ്സിനോട് ബൈ പറയാം ഈ ഇൻവെൻഷൻ എല്ലായിടത്തും ഇംപ്ലിമെൻ്റ് ആയി വന്നാൽ. അപ്പോൾ ഈ ടൂത്ത് പേസ്റ്റ് പിൽസ് they are made up of natural ingredients. എന്നിട്ട് പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല, ഇത് ഫ്രഷ് ആക്കി വെക്കാൻ. ആൻഡ് ഇത് നമുക്ക് കിട്ടുക ഒരു ഗ്ലാസ് ബോട്ടിലാണ്. എന്നിട്ട് നമുക്ക് റീസൈക്ലബിൾ റീയൂസബിൾ പിൽസും കൂടെ കിട്ടും. അപ്പം നമുക്ക് ആ ഗ്ലാസ് ബോട്ടിൽ തന്നെ ഉപയോഗിക്കാം. എന്നിട്ട് നമുക്ക് അതിനകത്ത് റീഫിൽ ചെയ്യാം നമ്മുടെ ഈ ടൂത്ത് പേസ്റ്റ് പിൽസ് വെച്ചിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ്, ഹൗ ഡസ് ഇറ്റ് വർക്ക് എന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ടൂത്ത് പേസ്റ്റ് പില്ല് എടുക്കുക, ആൻഡ് ദെൻ യു ജസ്റ്റ് ഹാവ് ടു പോപ്പ് ഇൻ യുവർ മൗത്ത്. എന്നിട്ട് നമ്മൾ ആ ടൂത്ത് പേസ്റ്റ് പില്ല് നല്ല ഫോമി ആവും, നമ്മളെ സോപ്പ് നമ്മളെ മോങ് ഇങ്ങനെ വാഷ് ചെയ്യുന്ന മാതിരി നല്ല ഫോമി ആവും. എന്നിട്ട് ഫോമി ആയി കഴിയുമ്പോൾ നമ്മൾ ടൂത്ത് ബ്രഷ് എടുക്കുക, ദെൻ സ്റ്റാർട്ട് ബ്രഷിങ് യുവർ ടീത്ത്. എന്നിട്ട് നമ്മൾ സാധാരണ ബ്രഷ് ചെയ്യുന്ന എങ്ങനെയാണോ ആ കാര്യങ്ങളെല്ലാം ചെയ്യാം. സോ ദിസ് ഈസ് എ റിയലി യൂസ്ഫുൾ ഇൻവെൻഷൻ. ഇതൊരു ലേഡി കണ്ടുപിടിച്ച കമ്പനി. ആൻഡ് ആ ലേഡി ഒരു മെഷീൻ വാങ്ങി, ആൻഡ് ദെൻ ഷീ സ്റ്റാർട്ടഡ് മേക്കിംഗ് ഇറ്റ് ഇൻ അവർ ഓൺ ഹൗസ്. എന്നിട്ട് നല്ലൊരു ഇൻവെൻഷനായി അത് മാറിയിട്ടുണ്ട്. ഇപ്പം ഓൾമോസ്റ്റ് 1 ബില്യൺ ടൂത്ത് പേസ്റ്റ് ട്യൂബ്സ് ലാൻഡ് ഫില്ലിൽ എൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ടൂത്ത് പേസ്റ്റ് പിൽസ് കണ്ടുപിടിച്ചത് ബൈറ്റ് ടൂത്ത് പേസ്റ്റ് ബൈറ്റ് എന്ന് പറയുന്നൊരു കമ്പനിയാണ്. സോ ഈ ലേഡി ഈ ടൂത്ത് പേസ്റ്റ് പിൽസ് കണ്ടുപിടിച്ച ലേഡി ഷീ ആക്ച്വലി സ്റ്റാർട്ടഡ് ഇറ്റ് വിത്ത് ഹർ ഓൺ മണി. അപ്പം ആളുടെ മണി തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഇൻവെൻഷൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് ഇപ്പം അത് കുറേ ഷോപ്സിൽ അവൈലബിൾ ആണ്, ആമസോണിൽ ഇപ്പോൾ ഉണ്ട് എന്ന് തോന്നുന്നു. പിന്നെ ഇപ്പം 90 ടൂത്ത് പേസ്റ്റ് പിൽസിന് ഇറ്റ്സ് അബൌട്ട് $2. ദാറ്റ് ഈസ് അബൌട്ട് 140 rupees ഇൻ ഇന്ത്യൻ മണി ഇപ്പോഴത്തെ വാല്യൂ അനുസരിച്ച്. സോ ഇനി നമുക്ക് അടുത്ത ഇൻവെൻഷനിലേക്ക് പോകാം, അടുത്ത അമേസിങ് ഇൻവെൻഷനിലേക്ക്. Plastic is everywhere and recycling, reusing is not enough. അപ്പം ഇത് കാരണം നമ്മുടെ അടുത്തുള്ള എല്ലാ പ്രോഡക്ട്സും പ്ലാസ്റ്റിക്കിന് എതിരെയായിട്ടുള്ള പ്രോഡക്ട്സ് ആയിരിക്കണം.
അപ്പം ഈ കമ്പനി ഒരു ഷാംപൂ പോഡ് ഇറക്കി. ദാറ്റ് വാസ് ദെയർ ഇൻവെൻഷൻ. ദേ ആർ എൻവയൺമെൻറ്റൽ ഫ്രണ്ട്ലി. അപ്പോൾ ഈ പോഡ്സ് they are actually known as Nobu drops. Nobu drops. I don't know if I'm pronouncing it right. It is NOHPO drops. അപ്പോൾ ഈ ഡ്രോപ്സ് ഇത് നിങ്ങൾ നോക്കുമ്പം പിക്ചറിൽ നിങ്ങൾക്ക് കാണുന്നുണ്ട്. അത് നോക്കുമ്പോൾ അതിനൊരു പ്ലാസ്റ്റിക് ഷീറ്റ് അതിനെ കവർ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അത് ശരിക്കും പ്ലാസ്റ്റിക് ഷീറ്റ് അല്ല. ഇറ്റ്സ് ആക്ച്വലി എ വാട്ടർ സോല്യൂബിൾ മെറ്റീരിയൽ. അപ്പോൾ ഈ മെറ്റീരിയൽ നമ്മളിപ്പോൾ കയ്യിൽ നമ്മൾ ഈ പോഡ് നമ്മളെ കയ്യിൽ വെച്ചിട്ട് നമ്മൾ വെള്ളം വെച്ച് നനച്ചാൽ അത് മെൽട്ടാവും. നോട്ട് മെൽട്ടാവുക, അത് സോല്യൂബിൾ ആവും. എന്നിട്ട് നമ്മൾക്ക് ജസ്റ്റ് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ. അപ്പം നമുക്ക് ഷാംപൂ ബോട്ടിൽ പ്ലാസ്റ്റിക് ആണല്ലോ, അപ്പം അത് നമുക്ക് പ്ലാസ്റ്റിക്കിനെ ദൂരെ എറിഞ്ഞ് നമുക്ക് ഈ പോഡ് കൊണ്ടുവരാം. പിന്നെ ഈ ഷാംപൂസ് മാത്രമല്ല, പിന്നെ ഷേവിങ് ക്രീം ഉണ്ടല്ലോ, ക്രീമും ഇങ്ങനത്തെ പോട്ട്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ പോട്ട്സ് നമ്മൾ ജസ്റ്റ് ഇതേമാതിരി തന്നെ ഷാംപൂ മാതിരി തന്നെ നമ്മൾ കയ്യിൽ ഇടുക, ആൻഡ് ദെൻ അപ്ലൈ വാട്ടർ and it becomes soluble, and then you just have to apply it over your face and then start shaving. അപ്പം അതാണ് ഈ പോഡ്. ഈ invention, it's a game changer because it's a moisturizing shampoo which is present inside a water soluble sheet. You just have to put it in your hand under your shower, and then you just have to apply water, and it's really eco-friendly, and then you just have to lather it over your hair, and you will have an amazing nourished hair. It's made up of natural materials like sandalwood and rosemary, which is really amazing, and it'll give you an amazing smell to your hair after your wash. It's sulfate and paraben free, it's cruelty free, and it's vegan. It's such an amazing invention. നമുക്ക് പ്ലാസ്റ്റിനോട് പിന്നെയും ടാറ്റ ആൻഡ് ബൈ ബൈ പറയാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത അമേസിങ് ഇൻവെൻഷൻ എന്താണെന്നുള്ളത് നോക്കാം. To the next invention. അപ്പോൾ നെക്സ്റ്റ് ഇൻവെൻഷൻ ഒരു ടേസ്റ്റി ഇൻവെൻഷൻ ആണ്. പ്ലാസ്റ്റിക്കിനോട് വിട പറയാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ഇൻവെൻഷൻ. സോ ഇത് ഇൻവെൻറ്റ് ചെയ്തത് ഇന്ത്യയിലാണ്. ആൻഡ് ദ ഗൈ ഹു ഇൻവെൻറ്റഡ് ദിസ്, ഈ സ്പൂൺ എഡിബിൾ സ്പൂൺസ് ആണിത്. അപ്പോൾ ഈ എഡിബിൾ സ്പൂൺസ് ഇൻവെൻറ്റ് ചെയ്യാനുള്ള റീസൺ, അതിൻ്റെ പിന്നിലുള്ള സ്റ്റോറി എന്ന് പറയുന്നത്, ദിസ് ഗൈ വെൻറ്റ് ടു എ ഫംഗ്ഷൻ. എന്നിട്ട് ഈ ഫംഗ്ഷൻ്റെ അവിടെ പോയപ്പം ഹിസ് ഫ്രണ്ട് വാസ് ആക്ച്വലി ഈറ്റിംഗ് idli and sambar, and he was trying to eat it with a spoon, with a plastic spoon, and then he told his friend not to eat with a spoon, and then he took the spoon and then തൊട്ട് നോക്കിയപ്പം ആ സ്പൂൺ ഭയങ്കര ഗ്രീസി ആയിരുന്നു. അതിൻ്റെ റീസൺ, എന്നിട്ട് അത് സ്മെൽ ചെയ്ത് നോക്കി, ആൻഡ് ഇറ്റ് സ്മെൽ ലൈക്ക് സാമ്പാർ. അപ്പോൾ അത് പിന്നെയും റീയൂസ് ചെയ്തു ആ പ്ലാസ്റ്റിക് സ്പൂൺ എന്നാണ് അറിയുന്നത്. അപ്പോൾ അതാണ് ഈ ഇൻവെൻറ്റ് ചെയ്ത ആളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മുടെ പ്ലാസ്റ്റിക് സ്പൂണിനെതിരെയുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. And the fact that this spoon is entirely delicious and it has no coating, it is made up of a dough which is made up of millets, rice and wheat. And this spoon is highly nutritious, it has no preservatives and has a shelf life of up to 3 years, and that's really amazing, right? A shelf life which can last up to like 3 years. നിങ്ങൾക്ക് വേണമെങ്കിൽ you can throw the spoon away, but still it will decompose within 4 to 5 days. 4 to 5 days-ൻ്റെ ഉള്ളിൽ ഇത് ഡീകമ്പോസ് ആവും. And that is the brilliant, most important point of this invention. So rice consumes 60 times more water than millets when they are cultivated. അപ്പോൾ ഇവർ മില്ലറ്റ്സ് ആണ് റൈസിനെക്കാട്ടും ഉപയോഗിക്കുന്നത് ഈ സ്പൂൺ ഉണ്ടാക്കാൻ. അപ്പോൾ ഈ സ്പൂൺ അവർ പേര് പറഞ്ഞിരിക്കുന്നത് ബേക്കറീസ് എഡിബിൾ കട്ട്ലറി എന്നാണ്. ആൻഡ് ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഐസ്ക്രീം കോണില്ലേ, നമ്മുടെ കോൺ മാതിരിയാണ്, അതിൻ്റെ കളറാണ് ഈ സ്പൂണിനുള്ളത്. ആൻഡ് ഇറ്റ്സ് ഇൻക്രെഡിബിളി ഡെലീഷ്യസ് എന്നാണ് ഞാൻ കണ്ട വീഡിയോസിലെല്ലാം ഞാനിത് കണ്ടത്. സോ ദാറ്റ്സ് എ റിയലി കൂൾ ഇൻവെൻഷൻ. India generates over 5.6 million metric tons of plastic waste annually, and the consequences of it are far from a mystery. Landfills and water bodies continue to choke on plastic waste. While plastic bottles take anywhere around 70 to 450 years to decompose, a plastic bag takes a whopping 500 to 1000 years.
And even though plastic bags below 50 microns were banned across the country, several parts of different states continue to use it. One of the prime reasons for this is the lack of availability of a viable alternative for plastic bags. And so these bags have a shelf life up to 3 months and they're biodegradable. Okay, അപ്പോൾ ഇത് നമ്മൾ വെള്ളത്തിൽ ഇട്ടാൽ നമുക്കത് മിക്സ് ചെയ്ത് അത് സോല്യൂബിൾ ആണ്, വാട്ടർ സോല്യൂബിൾ മെറ്റീരിയൽ ആണത്. എന്നിട്ട് ഒരു ടോക്സിക് റെസിഡിയും അത് ലീവ് ചെയ്യില്ല നമ്മളത് വാട്ടറിനകത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഇത് കെസുവ റൂട്ടായിരുന്നു, ഒരു ടാപ്പിയൊക്കെ നമ്മുടെ കപ്പ വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് വെച്ച് ഉണ്ടാക്കിയതായതുകൊണ്ട് ഇത് ഒരു 4 to 5 ഡേയ്സിനുള്ളിൽ സോയിലിനകത്ത് കമ്പോസ്റ്റബിൾ ആകും. ഐ മീൻ ബയോഡിഗ്രേഡബിൾ ആണ്. സോ അത് മിക്സ് ആയി സോയിൽ ഫോമിലേക്ക് ആകും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ താഴെ കണ്ട സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കരുത്. പിന്നെ എൻ്റെ അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾ 3 ഓപ്ഷൻ കാണും, അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ താഴെ കന്ന കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇനിയും ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഇടണോ എന്നുള്ളതും കമൻറ്റ് ചെയ്യണം. സോ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ആൻഡ് ബൈ.